ജൂൺ മാസം മുതൽ നവംബർ മാസം വരെയാണ് ഈ കായ ഉണ്ടാകുന്ന സമയം. ഇപ്പോൾ അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു. ഇനി മെയ് മാസത്തിൽ മൊട്ടിടാൻ തുടങ്ങും. അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതേപോലത്തെ തണ്ടുകളൊക്കെ വെട്ടിക്കളയുക. ഫുള്ളും ടയറിന് താഴോട്ടുള്ള എല്ലാ തണ്ടും വെട്ടിക്കളയണം കേട്ടോ. പിന്നെ എന്നാലാണ് മേലത്തെ തണ്ടിന് ഈ ടയറിന് മേലെ കുറേ തണ്ടുകളില്ലേ അതിനൊക്കെ വളം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ തണ്ടുകൾ എല്ലാ വളം വലിച്ചെടുക്കും. പിന്നെ ഈ തണ്ടിൽ കായ ഉണ്ടാവില്ല. പിന്നെ നടാനും പറ്റില്ല. നമ്മൾ പഴങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്ന് വേണം വെട്ടിയെടുത്തിട്ട് നടാൻ. പിന്നെ ഇത് 3 കൊല്ലം കഴിഞ്ഞാലേ നട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഉണ്ടാവുള്ളൂ. തണ്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, കായ ഉണ്ടാവില്ല. അപ്പോൾ ഈ മാസമാണ് നടേണ്ട സമയം. അപ്പോൾ ഈ മാസമാണ് വെട്ടിയിട്ട് നമ്മൾ നട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കളയുന്നത്. പിന്നെ ഇതേപോലെ പഴങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ആ അറ്റൊക്കെ ഒന്ന് വെട്ടിക്കളയണം കേട്ടോ. പുതിയ തണ്ടുകൾ വരും. അതിലൊക്കെ നിറയെ കായ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കിപ്പോൾ 50 കിലോ കിട്ടേണ്ടടുത്ത് 100 കിലോനായിട്ട് കിട്ടും കേട്ടോ. കഴിഞ്ഞൂറ് എനിക്ക് 50 കിലോ കിട്ടി. ഈ പ്രാവശ്യം 100 കിലോൻ്റെ മേലെ കിട്ടും. അതുപോലെ എല്ലാവരും ചെയ്ത് കൊടുക്കും കേട്ടോ. ഓക്കേ.